നമസ്തേ. 5/6/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചിങ്ങം, തുലാം, ധനു രാശിക്കാർക്ക് ശുഭവും, കന്നി, കുംഭം, മീനം രാശിക്കാർക്ക് മധ്യമവും, മേടം, ഇടവം, കർക്കിടകം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, വൃശ്ചികം, മകരം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയം ആണ്. എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരണമെങ്കിൽ നിങ്ങളിതിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് നോക്കണം, എങ്കിലാണ് കിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരവസ്ഥ അങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഹിന്ദു സമൂഹത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ജ്യോതിഷമൊക്കെ കേൾക്കും, ജ്യോതിഷം ഒക്കെ നോക്കാനായിട്ട് വരും. പക്ഷെ അത് രഹസ്യമായിട്ടായിരിക്കണം. ഞാനിത് നോക്കണ്ടെന്ന് വേറെ ആരും അറിയരുത്, അതെന്തോ വലിയ അപരാധമാണ് എന്നാണ്. ഒരു കൊലക്കുറ്റം ചെയ്താൽ പോലും ആർക്കും ഇത്രയും വലിയ വിഷമമില്ല. കുറച്ച് ഇങ്ങനെ ജ്യോതിഷ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു നാണക്കേട് പോലെയാണ്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് കിട്ടേണ്ട ഭൗതിക നേട്ടങ്ങളെ എന്തിനാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്? ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കണ്ടു, സംഭവം ശരിയാണെന്നറിയില്ല, ചാനലിൽ കണ്ടതാണ്. സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിന് പോലും ഈശ്വരവിശ്വാസത്തെയൊക്കെ നിഷേധിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ ജ്യോത്സ്യന്മാരെ കണ്ടുകൊണ്ട് കാണാൻ പോയിരിക്കുന്നു എന്നൊക്കെ. ശരിയാണോന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അങ്ങനെ കണ്ടു, ഞാനൊരു ചാനലിൽ ഇങ്ങനെ എഴുതി വരുന്നത് കണ്ടു. അവരവരുടെ കാര്യങ്ങൾക്ക് രഹസ്യമായി തലയിൽ മുണ്ടിട്ടൊക്കെ പോകും. പണ്ട് കള്ള് ഷാപ്പിലാണ് ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷാപ്പിലൊക്കെ പോകുന്നത് വളരെ ആർഭാടമായിട്ടാണ്, അലങ്കാരമായിട്ടാണ്. ഇങ്ങനെയുള്ളിടത്ത് പോകുന്നത് വളരെ മോശമായിട്ടാണ് കരുതുക. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ, സ്വന്തം പ്രസ്ഥാനങ്ങളുടെ കാര്യം വരുമ്പോൾ, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പോകും. പക്ഷെ അത് പരസ്യമാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. സ്വന്തം ജീവിതത്തിന് എല്ലാവരും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയായാലും അവർക്കും ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ആചാര്യന്മാർ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ സമൂഹത്തിന് എല്ലാവർക്കും ഭൗതികമായ സുഖങ്ങളും നേട്ടങ്ങളും ഉണ്ടാകണമെന്നും അതിന് അനുയോജ്യമായ ശാസ്ത്രത്തെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തതാണ് നമ്മുടെ ആചാര്യന്മാരുടെ മേൽ. അതുകൊണ്ട് ഈ ജ്യോതിശാസ്ത്രമൊക്കെ എല്ലാവർക്കും ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒന്നും പ്രശ്നമല്ല. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ കാണിച്ചു തരുന്നതിന് ഈ ശാസ്ത്രം വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. നമുക്ക് പ്രയോജനപ്പെടുന്നതാണല്ലോ നമ്മൾ മറ്റുള്ളവർക്കായി നൽകേണ്ടത്, പ്രയോജനപ്പെടാത്തതല്ലല്ലോ. അതുകൊണ്ട് അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ഇത് ഒരു പൊതു നിർദ്ദേശമായി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ്. ജാതകം എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണാകുന്നുള്ളൂ. ഇതേപോലെ പല കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് ജാതക ഫലം നിർണ്ണയിക്കുക. അതൊരു വ്യക്തിയുടെ ഫലമായിരിക്കും ജാതക ഫലം എന്ന് പറയുന്നത്. അതിന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ വെച്ച് നോക്കിയാലേ പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പരിഹാര കർമ്മങ്ങളായിട്ട് പ്രത്യേകം നിർദ്ദേശിക്കാത്തത്.
അത് ജാതകം നോക്കിയാലേ നമുക്ക് പറയാൻ കഴിയൂ എന്നുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് കാണുന്ന നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജാതക പരിശോധനയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ വിശദമായി അറിയണമെന്നുള്ളവർ നിങ്ങൾ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വിശദമായ ഓരോ ആളുകളും നോക്കിയിട്ട് പോകാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അലസത ഉണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മേടം രാശിക്കാർക്ക് അനുഭവപ്പെടും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹം, മുൻകോപം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയൊരു തൊണ്ടയടപ്പ് ഈ മഴക്കാലമൊക്കെ അല്ലേ ഉണ്ട്. അതുകൊണ്ട് ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് സാരമില്ല, കണക്കൂട്ടുക. അതങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ അശ്രദ്ധ മൂലമുള്ള ചില ഓർമ്മക്കുറവ് മേടം രാശിക്കാർക്ക് അനിഷ്ടമുണ്ടാക്കും, ചില പ്രയാസങ്ങളുണ്ടാക്കും. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കഫരോഗങ്ങൾ മൂലം പ്രയാസമുണ്ടാകും. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായ സമയമല്ല. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാവും. ഏഴരശ്ശനി കാലഘട്ടം കൂടെ ആണല്ലോ, അതിൻ്റേതായ ബുദ്ധിമുട്ടും കൂടെ ഉണ്ടാവും. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ല. ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അലസത അനുഭവപ്പെടും. ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാവും. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദരസംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ ഉള്ളവർക്ക് അനുകൂലമല്ല. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. ശ്രദ്ധിച്ചാൽ കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ചെറിയ നേട്ടങ്ങളൊക്കെ ധനപരമായി ഉണ്ടാകും. വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുപയോഗിക്കുക. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. മക്കളുമായിട്ട് മക്കളിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ജീവിത പങ്കാളിൽ നേട്ടങ്ങൾ ഉണ്ടാവും. പൊതുവെ കുടുംബത്തിലൊരു സമാധാനമൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം കഠിന ദോഷമുള്ള സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ഈശ്വരാരാധനയൊക്കെ നടത്തി ദൈവാധീനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കണം. ഒട്ടും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, അലസത ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിലെ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ ചില നഷ്ടങ്ങളുണ്ടാവും. എടുത്തുചാട്ടം മൂലം കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുമൂലമുള്ള നഷ്ടങ്ങളും പ്രതീക്ഷിക്കണം. സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല.
ധനപരമായ നഷ്ടം, കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ്, മക്കളും ജീവിത പങ്കാളിയുമായി കലഹം ഒക്കെ ഉണ്ടാകും. അതേപോലെ കഫരോഗങ്ങൾ, വായുകോപം മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. പരമാവധി ഒരു കാരണവശാലും മിഥുനം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കർക്കിടകം. പുണർദം, അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമായ ദോഷമാണെങ്കിലും ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതാപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. എടുത്തുചാട്ടം മൂലം ചില പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി മക്കളുമൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവുണ്ടാവും. തൊഴിൽ രംഗത്ത് തൊഴിലാളികളും സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും തൊഴിൽ രംഗത്തുണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷകരമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയിട്ട് നാമജപാദി കാര്യങ്ങളെല്ലാം ചെയ്ത് ദൈവാധീനമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ഒരാത്മവിശ്വാസം ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും. മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതാപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതേപോലെ എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചില ദോഷമൊക്കെ ഉണ്ടാകും. കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മാറ്റം ഉണ്ടാകുകയും ചെയ്യും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ധനപരമായ ചില നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിലംഗം അത്ര അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഈ ദിവസം. വളരെ ശ്രദ്ധ വേണം. കാരണം കുടുംബത്തിലും അസ്വസ്ഥതയാണ്, തൊഴിലംഗത്തും അസ്വസ്ഥതയാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പൊതുവെ ഇവിടെയൊക്കെ അസ്വസ്ഥത കൂടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എങ്കിലും പൊതുവെ ശുഭകരമായ ദിവസം തന്നെയാണ് ചിങ്ങം രാശിക്കാർക്ക്. ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഇല്ലാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കന്നി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒക്കെ അനുകൂലമാണ്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഇല്ലാതെ ചെയ്യാൻ കഴിയും. സംശയമൊന്നും ഉണ്ടാവില്ല. വേണ്ടതുപോലെ ചെയ്യാൻ കഴിയും. അത് കൃത്യമായ സമയത്ത് ചെയ്തു തീർക്കാനും കഴിയും. അഭിപ്രായ സ്ഥിരതയോടുകൂടി ചെയ്യാം. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറയ്ക്കാൻ കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു പരിധി വരെ പറഞ്ഞു തീർക്കാനും അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിലംഗം ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും മറ്റുള്ളവരൊക്കെ പ്രതികൂലമായിരിക്കുന്ന ഒരു സമയമാണ്. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല. അപ്പോൾ തൊഴിലംഗത്ത് വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. അത് കേൾക്കുക, എന്നിട്ട് യുക്തമായ അഭിപ്രായങ്ങൾ സ്വയം തീരുമാനിക്കുക.
എങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ എടുത്തു ചാടി തീരുമാനിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം കന്യരാശിക്കാർ ശ്രദ്ധിക്കണം. ഇനി തുലാം രാശി. തുലാം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ദിവസമാണ്. തുലാം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ദിവസമാണ്. തുലാം എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശി. തുലാം രാശിക്ക് മനസ്സിൻ്റെ ഒരു സ്വസ്ഥത കുറഞ്ഞിരിക്കുന്ന ദിവസമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. എന്നാൽ മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ആരോഗ്യം അത്ര അനുകൂലമല്ല. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മുൻകോപം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലും വാക്കുകളൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ദൈവാധീനമൊക്കെ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൊരു കാലഘട്ടവുമാണ്. മക്കളുമായിട്ട് നല്ല രീതിയിൽ മക്കൾ സ്ഥാനീയരായിട്ട് പെരുമാറാൻ കഴിയും. എന്നാൽ ജീവിത പങ്കാളിയുമായിട്ട് ചില കലഹങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തൊഴിൽ രംഗത്ത് കുറച്ച് മേന്മയേറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ കാലഘട്ടം കഴിയും ഈ ദിവസവും. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. എല്ലാ കാര്യങ്ങളിലും മോശമായ സമയമാണ്. ജാതകം അനുകൂലമാണെങ്കിൽ പോലും ചില ദോഷങ്ങളും പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവും. അതുകൊണ്ട് നന്നായി നാമം ജപിക്കണം. നിങ്ങൾ ഈശ്വര അധീനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ക്ഷേത്ര ദർശനമൊക്കെ ആവാം. അതൊക്കെ വേണ്ട ഒരു സമയമാണ്. പൊതുവേ ജാതകം അനുകൂലമാണെങ്കിൽ പോലും മധ്യമാവസ്ഥയിലേ നിങ്ങളുടെ കാര്യങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് പോകുള്ളൂ. അതുകൊണ്ട് വൃശ്ചിക രാശിക്കാർ വളരെയധികം ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിക്കേണ്ട ഒരു സമയമാണ്. ശരിക്കും ഒരു 24 മിനിറ്റെങ്കിലും നിത്യവും കുറച്ച് നാളത്തേക്ക് നാമം ജപിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടദേവതാ നാമം, ധർമ്മദേവ നാമമൊക്കെ ജപിക്കുന്നതല്ലായിരിക്കും. അതല്ലെങ്കിൽ ജാതകം പരിശോധിപ്പിച്ചിട്ട് ഏത് ആണ് ജാതകത്തിൽ അനുകൂലമായതെന്ന് നോക്കിയിട്ട് അത് ജപിക്കണം. എന്തായാലും വൃശ്ചിക രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു പോവുക. നല്ല ദൈവാധീനമുണ്ടെങ്കിൽ ഏത് ദോഷവും പരിഹരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് നാമജപം, ഈശ്വരാരാധന വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. കലിയുഗത്തിൽ നാമജപത്തോളം പ്രധാനം മറ്റൊന്നിനും ഇല്ല. അതുകൊണ്ടായി നാമം ജപിക്കുമെന്ന് നിങ്ങളോട് പറയുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. അതിന് വേറെ ചിലവുകളൊന്നുമില്ല. ഒരൊറ്റ പൈസ പോലും ഇല്ലാത്തവർക്കും ഇരുന്ന് നാമം ജപിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നാമം ജപിക്കുക നിങ്ങൾ പരമാവധി. ആരോഗ്യ അനുകൂലമല്ല. ഒരു കാര്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടാവില്ല. എങ്കിലും മനസ്സ് കേന്ദ്രീകരിച്ച് നിർത്താനൊക്കെ കഴിയും. അതുകൊണ്ട് നാമം ജപിക്കാനൊക്കെ ഉള്ള അനുകൂലമായ അവസ്ഥ ഉണ്ടാവും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി നാമം ജപിക്കണമെന്നൊരു തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. അതേപോലെ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. പല കാര്യങ്ങളും അലസത ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. മിത്രങ്ങൾ ശത്രുക്കളായി തീരുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. കടബാധ്യത വരും. വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഓടിക്കുക. അല്ലെങ്കിൽ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ പോയി തലയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെ നിയന്ത്രിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല. അതേപോലെ ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല. തൊഴിൽ രംഗത്തും അത്ര മേന്മയൊന്നുമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ഒട്ടും അനുകൂലമല്ലാത്തപ്പോൾ ലഹരി കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതുമാത്രമല്ല, രാഹു കേതുക്കളുടെ പുതിയ മാറ്റം, കഴിഞ്ഞ ദിവസം ഉണ്ടായ മാറ്റം വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങളും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള പ്രേരണയുമൊക്കെ നൽകുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രമിച്ച് നല്ല രീതിയിൽ പോവുക. പലരും മനസ്സ് ശാന്തമാക്കാൻ അല്പം ലഹരി കഴിക്കാമെന്നാണ്. പക്ഷെ മനസ്സ് ശാന്തമാകുമൊന്നുമില്ല ലഹരി കഴിക്കുമെങ്കിൽ. ലഹരി കഴിച്ചാലേ മനസ്സ് ശാന്തമാകുമെന്നൊന്നുമില്ല. കാരണം
ലഹരി കഴിച്ചാൽ മനസ്സ് ശാന്തമാകുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഒന്ന് ബഹളവും ഒച്ചപ്പാടും ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അതൊന്നും ശാന്തമാവുകയല്ല, ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ദോഷകരമാണ്. പ്രത്യേകിച്ച് വൃശ്ചിക രാശിക്കാർ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം ധനുരാശി. ധനുരാശിക്ക് ശുഭകരമായ ദിവസമാണ്. ആരോഗ്യം അത്ര മേന്മയുള്ളതല്ലെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നേടിയെടുക്കാം. കാരണം മനസ്സ് അനുകൂലമാണ്. പൊതുവേ വലിയ ദോഷം പറയാനില്ലാത്ത ദിവസമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. പക്ഷെ പിതൃസ്ഥാനീയരുമായിട്ട് ചില കലഹങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ആ സാധ്യത കുറവാണ്. എങ്കിലും ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് ഈ ദിവസം നന്നായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. തനിക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ അത്ര കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിക്കൊള്ളണമെന്നില്ല. തൊഴിലാളികൾ അനുകൂലമല്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിൽരംഗം വളരെ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ധനുരാശിക്കാർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകര രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യം അനുകൂലമല്ല, മനസ്സ് അനുകൂലമല്ല. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള എന്തെങ്കിലും കലഹങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ മനസ്സിലേക്ക് വന്നിട്ട് മനസ്സ് അനാവശ്യമായി ചിന്തിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാട് കയറുന്ന മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കുറച്ച് ദോഷങ്ങൾ കുറയ്ക്കാൻ കഴിയും. ആത്മവിശ്വാസക്കുറവുണ്ടാകും, അലസത ഉണ്ടാവും, പ്രതിരോധ ശക്തി കുറവുണ്ടാവും, ആസ്മ, മാനസിക അസ്വസ്ഥത, അതിൽ ഉദര സംബന്ധമായ അസുഖങ്ങൾ, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹവും ഒക്കെ ഉണ്ടാകും. മുൻകോപം വളരെ നിയന്ത്രിക്കണം. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിലാണെങ്കിൽ പോലും കൂടുതൽ സംസാരം ഒഴിവാക്കുന്നതാണ് മകരം രാശിക്കാർക്ക് ഇപ്പോൾ നല്ലത്. കാരണം വാക്കുകളൊട്ടും അനുകൂലമായിരിക്കില്ല. വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നാവിലൂടെ പുറത്തു വരുന്നതോ അല്ലെങ്കിൽ നാവിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങളിലൂടെ മറ്റുള്ളവർ ഗ്രഹിക്കുന്നതോ. അതുകൊണ്ട് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കൂടുതൽ ആരോടും സംസാരിക്കാതെ കുറച്ച് നാളിരിക്കുക. അനുകൂലമല്ലാത്ത സമയമായതുകൊണ്ട് നാമജപത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങളുണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽരംഗത്തും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഒരു കാരണവശാലും മകരം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഈ രാഹുകേതുക്കളുടെ മാറ്റം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ രാഹുകേതുക്കൾ അനുകൂലമല്ലാത്ത സ്ഥാനത്താണ്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭം രാശി മധ്യമമാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം രാശി. കുംഭരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം. കുംഭൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും ശ്രദ്ധിച്ചാൽ അത് ഗുണകരമാക്കി എടുക്കാൻ കഴിയും. മനസ്സിനൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ മനസ്സൊന്ന് നിയന്ത്രിക്കുക. മാതൃസ്ഥാനികരൊന്നും അനുകൂലമല്ല, പക്ഷെ പിതൃസ്ഥാനികർ അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. എങ്കിലും ശ്രദ്ധിച്ച കാര്യങ്ങൾ നേട്ടമുണ്ടാക്കാം. ആസ്മ, മാനസിക അസ്വസ്ഥതകളുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറയും. മറ്റുള്ളവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. എന്നാൽ തൊഴിൽരംഗം അത്ര അനുകൂലമല്ല.
തൊഴിൽ രംഗത്ത് ചില കലഹങ്ങൾ, മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, തൊഴിലാളികൾ അനുകൂലമല്ലാതിരിക്കുകയൊക്കെ ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുംഭൻ രാശിക്കാർ ഉപയോഗിക്കരുത്. അവർക്ക് കാര്യം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ സഞ്ചാരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമായ സമയമല്ല ഇവർക്കൊന്നും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ അനുചിതമായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ലഹരിയൊക്കെ വാങ്ങിത്തരുന്നവരൊന്നും നല്ല സുഹൃത്തുക്കളായിരിക്കില്ലല്ലോ. കാരണം നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും ലഹരി വാങ്ങിത്തരില്ല. ലഹരി കഴിക്കുന്നവർ അത് കുടുംബത്തിനും ശല്യമാവും, നാട്ടുകാർക്കും ശല്യമാവും എന്നറിയാം. അങ്ങനെ കൂടുതൽ കഴിക്കില്ല എങ്കിൽ പോലും അത് ഗുണമുള്ളൊരു സാധനമൊന്നുമല്ല. അപ്പോൾ ഗുണമില്ലാത്തൊരു സാധനം വാങ്ങിത്തരുന്നുവെങ്കിൽ അത് നല്ല സുഹൃത്തുക്കളല്ല. അതുകൊണ്ട് ഇപ്പോൾ അനുചിതമായ സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമായതുകൊണ്ട് കുംഭൻ രാശിക്കാർ അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ലഹരി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളിലും അനുചിതമല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാകാം, ജാതകം കൊണ്ട് അനുകൂലം അല്ലെങ്കിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് കുംഭൻ രാശിക്കാർ വളരെയധികം സുഹൃബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. മീനം, പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. മനസ്സ് പൊതുവെ അനുകൂലമാണ്. ശരീരവും വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല, പൊതുവെ അനുകൂലമായിരിക്കും. അലസ്യതൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. സഹോദരസ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യതയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. എന്നാൽ ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കയ്യിൽ ധനം വന്നു പോയാൽ അതുടൻ കടം തീർക്കാനായിട്ട് മീനൻ രാശിക്കാരൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് മറ്റു പല കാര്യങ്ങൾക്കും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ അതെങ്കിലും കടം ഒന്ന് കുറയുമെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്താൽ. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനത് ആദ്യം പറഞ്ഞു. അതുകൊണ്ടാണത് കടം തീർക്കാനായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല. അതുപോലെ തൊഴിൽ സ്ഥാപനം നടത്തുന്നവർക്ക് തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും ജാതക ഫലമല്ല എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ചിലർക്ക് ഇത് മുഴുവനും കറക്റ്റ് ആവില്ല. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷേ പൊതുവായൊരു നിർദ്ദേശമായിട്ട് ഇത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് അത് വരാതിരിക്കാനും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അതാണ് എൻ്റെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദോഷകാര്യങ്ങൾ ഞാൻ കുറച്ച് എടുത്ത് പറയാറുണ്ട്. കാരണം ഒരിക്കലും ദോഷം ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ശുഭഫലം കിട്ടിക്കോളും, അത് കിട്ടിയാൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ ദുഃഖം കിട്ടിയാൽ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നാൽ നമ്മുടെ മനസ്സും ദുഃഖമാവില്ലേ. ദുഃഖം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ ഉദ്ദേശം അതാണ്. ഭൗതിക ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ സമീപിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.